നവകേരള ബസിന്റെ ആദ്യ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിന്നാണ് ആദ്യ യാത്ര. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങോട്ടേക്കാണ് ആദ്യത്തെ റൂട്ട്? എന്താണ് നമുക്ക് നൽകാനുള്ള വിവരങ്ങൾ? ലക്ഷ്മി, തമ്പാനൂർ ബസ് ടെർമിനലിൽ നിന്നും KSRTCയുടെ തമ്പാനൂർ ബസ് ടെർമിനലിൽ നിന്നും നവകേരള ബസ് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കോഴിക്കോടേക്കാണ് ആദ്യമായി യാത്ര നടത്തുന്നത്. 4 പേരോട് കൂടിയാണ് ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചത്. നമുക്കറിയാം, ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വാഹനമാണ് ഈ നവകേരള ബസ്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ ബസ്സാണ്. വളരെ കോടികൾ മുടക്കി അത്യാഡംബര ബസ് ഈ യാത്രയ്ക്കായി നിർമ്മിച്ചതെല്ലാം കൊണ്ടുവന്നതെല്ലാം വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് വലിയ വിവാദങ്ങൾ ഈ ബസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇത് മ്യൂസിയത്തിൽ സംരക്ഷിക്കുമെന്നടക്കമുള്ള ചില മന്ത്രിമാരടക്കം ഇത്തരത്തിൽ പറയുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഈ അറ്റകുറ്റ യാത്രക്കാർക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്താനാണ് ഈ ബസ്സിന്റെ നിർമ്മാണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ഈ വരുന്ന 5-ാം തീയതി മുതൽ, മെയ് മാസം 5-ാം തീയതി മുതൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലായിരിക്കും ബസ് സർവീസ് നടത്തുക. അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നടന്നത്. ബസ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം അല്ലെങ്കിൽ പോലും ആളുകളുമായി മറ്റ് മന്ത്രിമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സ്ഥലത്തു നിന്നോ ആരും ഇതുമായി ബന്ധപ്പെട്ട് എത്തിയതുമില്ല. എന്നാൽ ഇത് മെയ് 5-ാം തീയതി മുതൽ ഇതിന്റെ യാത്ര ആരംഭിക്കാൻ ഇരിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരം ബസ് ടെർമിനലിൽ നിന്നും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. 4 പേരോട് കൂടിയാണ് ബസ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോടേക്കാണ് ഈ ബസിന്റെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും 5-ാം തീയതി മുതൽ ഇതിന്റെ ആരംഭിക്കും. ഇന്ന് തിരിച്ച ബസ് കോഴിക്കോടേക്ക് എത്തിക്കും. കോഴിക്കോട് എത്തിയ ശേഷം അവിടെ നിന്ന് 5-ാം തീയതി ആയിരിക്കും യാത്ര ആരംഭിക്കുന്നത്. ലക്ഷ്മി, ഓക്കെ. അപ്പോൾ യാത്രക്കാരായിട്ടുള്ളവരല്ലേ പ്രശാന്ത് അതിലുണ്ടായിരുന്നത്? ഒഫീഷ്യൽസോ അങ്ങനെയോ മറ്റുമാണോ? കാരണം ഔദ്യോഗികമായ യാത്ര ആരംഭിക്കുന്നത് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ 5-ാം തീയതി മുതൽ കാണല്ലോ. അത് ഔദ്യോഗികമായൊരു യാത്ര എന്ന് പറയുന്നത് 5-ാം തീയതി ആണെങ്കിൽ പോലും ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. അതുപോലെ തന്നെ മറ്റ് യാത്രക്കാരും ഉണ്ടായിട്ടുണ്ട്. ബുക്കിംഗ് വഴി എത്തിയ യാത്രക്കാർ 4 പേരാണ്. അല്ലാതെയും മറ്റ് യാത്രക്കാരും ബസ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഔദ്യോഗിക യാത്ര എന്ന് പറയുന്നത്, റൂട്ട് തിരിച്ചു കൊടുത്തിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഈ മാസം 5-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. മറ്റ് 5-ാം തീയതി മുതൽ ബാംഗ്ലൂർ, അതുപോലെ തന്നെ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലാണ് ആരംഭിക്കുന്നത്. നിലവിൽ ഇവിടുന്ന് വാഹനം കോഴിക്കോടേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ എത്തിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഒരു യാത്രയായി തന്നെ പുറപ്പെടുകയും ചെയ്തു. ബുക്കിങ്ങോട് കൂടി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത്. ലക്ഷ്മി, നവകേരള ബസ് പൊതുഗതാഗതത്തിന് തുറന്നു കൊടുത്തപ്പോൾ കോഴിക്കോടേക്ക് യാത്ര തിരിക്കുന്നതിന്റെ തത്സമയമാണ് തമ്പാനൂർ ബസ് ടെർമിനലിൽ നിന്നാണ് യാത്ര തിരിച്ചത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.